അപ്പം ഞാനൊരു കാപ്പി കുടിക്കാൻ വേണ്ടി കാലത്ത് ഇറങ്ങിയതാണ്. സംഭവം ഇപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് കുടിക്കാമല്ലോ എന്നുള്ള ധാരണയിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ചാലക്കുടി തന്നെയുള്ള ഒരു ഷോപ്പിലാണ് വന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് നെസ്കഫെ, ബോൺവിറ്റ, ബ്രൂ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ ഉണ്ട്. എന്നാൽ പിന്നെ ഒരു ബ്രൂ ഗോൾഡ് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ആംബിയൻസൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഉള്ളിൽ തന്നെ പുറത്തു നിന്ന് കഴിക്കാനും ഉള്ളിൽ നിന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അകത്ത് കയറിയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം, ഇടിയപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചട്നി, സാമ്പാർ, പിന്നെ അങ്ങനെ വേറെ സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ കൂടുതലും കടികളാണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ളത്. കുറേ ഉണ്ട്. അവർ തന്നെ ഉണ്ടാക്കുന്ന ഉഴുന്നുവട, പപ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. എല്ലാത്തിൻ്റെ പേര് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കടയാണ് സംഭവം. ഇവിടുത്തെ ഉഴുന്നുവടയുടെ ഒരു പ്രത്യേകത, നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്ന് ഒരു ഉഴുന്നുവട മേടിക്കുന്നതും ഇത് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഒരു ഉഴുന്നുവട എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ബേക്കറിയിൽ ഒരു 2 അല്ലെങ്കിൽ ഒരു 2.5 ഉഴുന്നുവടയുടെ വലിപ്പമുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഒരു 2 ഉഴുന്നുവടയും ഒരു ബ്രൂ കാപ്പിയും ചട്നി സാമ്പാറും കൂടി കഴിച്ചോടുകൂടി നമുക്കൊരു മസാല ദോശ കഴിച്ച ഫീലായിരുന്നു. വയറ് നിറച്ച് എന്തെങ്കിലും ഭക്ഷണം ഞാൻ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സംഭവം എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. കാലത്ത് പ്രത്യേകിച്ച് ഒന്ന് ചായ പിടിക്കാൻ പറ്റിയ സ്പോട്ടാണ്. അപ്പോൾ ഈ ലോഗോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും. ഗോകുലം ടീ കോർണറാണ് സ്ഥലം. ചാലക്കുടി സൗത്തിൽ സുരഭി തിയേറ്ററിന് നേരെ ഓപ്പോസിറ്റ്, പാലത്തിൻ്റെ അടിയിൽക്കൂടെ നോക്കുമ്പോൾ കാണുന്ന നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഗോകുലം ടീ കോർണറാണ് ഈ സ്ഥലം. എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അടിപൊളി സ്ഥലമാണ്.